നമസ്കാരം. രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് എപ്പോഴും വാ തുറക്കുന്നത് ഒന്നുകിൽ ഭാരതത്തെ ഇകഴ്ത്തി കാണിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഭാരതത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും മാത്രമാണ്. ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കൃത്യമായി അറിയാവുന്ന കാര്യങ്ങളുമാണ്. അതിലുപരി ഭാരതത്തിൽ നിന്നും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ചെന്നിട്ട് ഭാരതത്തെക്കുറിച്ച് വളരെ മോശമായി, ഭാരതത്തിന്റെ ഭരണകൂടത്തെക്കുറിച്ച് വളരെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുക എന്നതും രാഹുൽ ഗാന്ധിയുടെ ഒരു ഹോബിയാണ്. രാജ്യസഭയ്ക്കകത്തൊക്കെ വന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ, ആ പ്രസംഗങ്ങളുടെ ഉള്ളടക്കം മൊത്തവും ഒന്നുകിൽ ഭാരതത്തിനെ തരത്താഴ്ത്തി കെട്ടുന്ന തരത്തിലുള്ളതും, മറ്റേത് ഒരു നാഷണാലിറ്റി, നമ്മുടെ നാടാണ്, നമ്മുടെ മണ്ണാണ് എന്നൊരു ബോധമില്ലാതെയുള്ള ചില വാക്കുകളുമാണ്. ഇപ്പോഴിതാ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നു, BJP സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഭാരതത്തെ ഇകഴ്ത്തി കെട്ടുവാൻ ശ്രമിച്ചാൽ, ഇനിയും തന്റെ വാക്കുകളിലൂടെ ഭാരതത്തിന്റെ വികസന പ്രവർത്തനങ്ങളെയും മറ്റു രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഭാരതത്തിന്റെ വിലയും നശിപ്പിക്കാൻ ശ്രമിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് ഇനി ഒരക്ഷരം മിണ്ടുവാനുള്ള ഒരു അവസരം അതിനി ഭാരതത്തിനകത്ത് ഉണ്ടാകില്ല എന്ന് തീർപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. അതും അമിത്ഷാ കൃത്യമായ ഒരു പ്രസംഗത്തിലൂടെ തന്നെ രാഹുൽ ഗാന്ധിയുടെ മുഖത്തടിച്ചതുപോലെ മറുപടിയായി തന്നെ കൊടുത്തിട്ടുണ്ട്. രാജ്യത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടേണ്ട എന്നൊന്നുമല്ല, അതിന് തന്നെയാണ് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. ഈ രാജ്യത്തിനകത്ത് നടക്കുന്ന വികസനേതര പ്രവർത്തനങ്ങൾ, ഒരു വികസനത്തിനും ഈ രാജ്യം കൂട്ടുനിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഭരണകൂടം കൂട്ടുനിൽക്കുന്നില്ല, എല്ലാം അഴിമതികൾ മാത്രമാണ് ചെയ്യുന്നു എങ്കിൽ കൃത്യമായി രാഹുൽ ഗാന്ധി അത് ചൂണ്ടിക്കാട്ടണം. അത് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഭാരതത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ചില കഥകൾ മെനഞ്ഞുകൊണ്ട് വരുന്നിടത്താണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയോട് ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് മതിപ്പില്ലാതാകുന്നത്. നേരത്തെ നമ്മൾ കണ്ടിരുന്നു, വോട്ട് ചോരി എന്ന പേരിൽ രാജ്യത്തിന് പുറത്തു നിന്നുള്ള ചില ഡീപ് സ്റ്റേറ്റിന്റെ കൃത്യമായ അജണ്ടകൾ സെറ്റാക്കിക്കൊണ്ട് ചില PDF ഫയലുകൾ ഭാരതത്തിന്റെ അകത്തുള്ള മാധ്യമങ്ങളുടെ കൈവശം എത്തിക്കാൻ രാഹുൽ ഗാന്ധി പെടാപ്പാടുപെടുന്ന കാഴ്ചകൾ. ഏറ്റവും അവസാനം അതെല്ലാം പൊള്ളത്തരമായിരുന്നു എന്ന് മാധ്യമങ്ങൾക്ക് തന്നെ മനസ്സിലായപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ആ ഒരു വിഷയത്തെ വിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് ചേക്കേറേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും രാജ്യത്തിനകത്ത് നടക്കുന്ന മുൻനിര പ്രവർത്തനങ്ങളെ നമുക്ക് തന്നെ അറിയാം. 10 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു ഭാരതം ഉണ്ടായിരുന്നതെന്നും ഇപ്പോൾ ഭാരതത്തിന്റെ വില മറ്റു രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ എങ്ങനെയാണെന്നും കൃത്യമായിട്ട് നമുക്ക് മുന്നിൽ തെളിവ് സഹിതമുള്ള കാര്യങ്ങളാണ്. പണ്ട് രാജ്യത്തിനകത്തുള്ള ഒരു മുതിർന്ന നേതാവ് മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അഭിമുഖീകരിച്ചൊരു നേതാവ് മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഷേക്ക് ഹാൻഡ് തരാൻ പോലും അവിടുത്തെ ഭരണാധികാരികൾ മടിച്ചിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ഭരണകൂടത്തെ കാണുമ്പോൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ കാണുമ്പോൾ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര നേതാക്കന്മാർ എണീച്ചു നിന്ന് ഹഗ് ചെയ്യുന്ന, കെട്ടിപ്പിടിച്ച് അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇത്തരം ചില ജൽപ്പനങ്ങൾ, ഭാരതത്തെ എഴുതിക്കാട്ടുവാൻ വേണ്ടി കാണിക്കുന്ന ഇത്തരം പ്രഹസനങ്ങൾ, ആ പ്രഹസനങ്ങൾക്ക് പൂട്ടിടാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി നാട്ടിൽ നടക്കുന്ന അഴിമതികളെയും അല്ലെങ്കിൽ ഈ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചാൽ, ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാൽ അതിൽ തെറ്റൊന്നും പറയുന്നില്ല. അത് ചെയ്യേണ്ട കാര്യമാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ ബാധ്യതയാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ചില സാഹചര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഭാരതത്തിനകത്ത് ഒരക്ഷരം പോലും ഉരിയാടാതിരിക്കുന്ന രാഹുൽ ഗാന്ധി ഭാരതത്തിന് പുറത്തേക്ക് എത്തുമ്പോൾ, വിദേശ രാജ്യങ്ങളിലേക്ക് എത്തുമ്പോൾ ഭാരതത്തെ എത്തി കാണിക്കുന്നു. നാടെന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏതൊരു ഇന്ത്യൻ പൗരനും അതൊരു വികാരം തന്നെയാണ്. ആ വികാരത്തെ തുടിപ്പിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളാണ് മറ്റു രാജ്യങ്ങളിൽ പോയിരുന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കൃത്യമായി നോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അമിത്ഷാ രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് നോക്കി തന്നെ ഇത്തരം ഒരു കാര്യം പറയുന്നത്. നിങ്ങളുടെ രാജ്യത്തിന്റെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുന്ന ജൽപ്പനങ്ങളുമായി ഇനി ഈ മണ്ണിലേക്ക് വരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യങ്ങളിലേക്ക് ഉന്തിത്തള്ളി വിട്ടതുപോലെ വരേണ്ട ആവശ്യമില്ല. അങ്ങനെ വന്നാലൊന്നും ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അതായത് രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാതെ, നാടിന് വേണ്ടി സംസാരിക്കാതെ, നാടിനെ ഇകഴ്ത്താൻ ശ്രമിച്ചാൽ, ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് കൃത്യമായ വിലങ്ങിടും എന്ന് തന്നെയാണ് അമിത്ഷാ പറഞ്ഞു വെച്ചതിന്റെ അർത്ഥം. നമുക്ക് പല സാഹചര്യങ്ങളിലും പലയിടങ്ങളിലായി രാഹുൽ ഗാന്ധി തന്നെ തെളിയിച്ചിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇതിനൊന്നും സാധിക്കില്ല എന്ന്. ഒരു രാഷ്ട്രീയ നേതാവായിരിക്കാൻ ഒരു യോഗ്യതയും ഇല്ലെന്ന് രാഹുൽ ഗാന്ധി തന്നെ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനേറെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനേറെ പറയുന്നു. കേരളത്തിനകത്ത് വയനാട് MP ആയിരുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി വയനാടുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? വയനാടുള്ള ജനങ്ങളുടെ ദുരിതാവസ്ഥ കണ്ടിട്ട് എന്തെങ്കിലും ഒരക്ഷരം ഉരിയാടുവാൻ രാഹുൽ ഗാന്ധി മെനക്കെട്ടിട്ടുണ്ടോ? അതൊന്നും ചെയ്തിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി കസേരയിൽ കയറിയിരിക്കാൻ ഒരു MP സീറ്റ് വേണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടൊന്ന് മത്സരിച്ചത്. കാര്യം നോർത്ത് ഇന്ത്യയിലൊക്കെ മത്സരിച്ച് കഴിഞ്ഞാൽ വിജയിക്കില്ല എന്ന് 100% ഉറപ്പുണ്ട് രാഹുൽ ഗാന്ധിക്ക്. അതുകൊണ്ടാണ് ഇങ്ങ് കേരളത്തിൽ വയനാട് വന്ന് തന്നെ മത്സരിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ശരി, രാഹുൽ ഗാന്ധി ഭാരതത്തിനെതിരായി ഇനി സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഭാരതത്തിന്റെ ഉയർച്ചകളെ കുറിച്ച് മോശമായി മറ്റെവിടെയെങ്കിലും പോയി സംസാരിച്ചാലും, രാജ്യസഭയ്ക്കകത്ത് സംസാരിച്ചാലും, എവിടെയൊക്കെ സംസാരിച്ചാലും അതിനി രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് വിലങ്ങ് വീഴുന്ന തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക്, നടപടികളിലേക്ക് ഭാരതം പോകുമെന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ് അമിത്ഷാ രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുന്നതെന്ന് ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായി പറഞ്ഞു വെക്കാൻ സാധിക്കും.